ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ചതുഷ് പഞ്ചാശത്തമോധ്യായഃ. ഇന്ന് 54-ാമത്തെ അധ്യായത്തിൽ 41 മുതൽ 60 വരെയുള്ള ശ്ലോകങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. കൃഷ്ണൻ രുക്മിയെ വിരൂപനാക്കിയപ്പോൾ രുക്മിണി കൃഷ്ണനെ ശകാരിക്കുന്നു. എന്റെ സഹോദരനെ അപമാനിച്ചത് ഒട്ടും ശരിയായില്ല. വിവേകികൾ ഒരിക്കലും ബന്ധുക്കളെ നിന്ദിക്കുകയില്ല. ഇപ്പോൾ ബലരാമൻ രുക്മിണിയെ ഉപദേശരൂപേണ സമാധാനിപ്പിക്കുകയാണ്. ബലരാമൻ തത്വോപദേശം ചെയ്ത് പരമാർത്ഥം രുക്മിണിയെ ധരിപ്പിക്കുന്നു. കൃഷ്ണനിൽ നിന്ന് അപമാനിതനായ രുക്മിണി കുണ്ഡിനത്തിലേക്ക് പോകാതെ ശത്രുക്കൾ അപമാനിച്ച ആ സ്ഥലത്ത് തന്നെ ഭോജകടം എന്ന ഒരു രാജധാനി ഉണ്ടാക്കി അവിടെ താമസിച്ചു. ശ്രീകൃഷ്ണൻ രുക്മിണിയെ തന്റെ രാജധാനിയിൽ കൊണ്ടുവന്ന് വിധിപ്രകാരം വിവാഹം കഴിച്ചു. അതൊരു മഹോത്സവമായി ജനങ്ങൾ കൊണ്ടാടി. ഇത്രയും ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 41. രാജസ്യ ഭൂമേർവിത്തസ്യ സ്ത്രിയോ മാനസ്യ തേജസഃ മാനിനോ അന്യസ്യ വാഹേദോ ശ്രീമതാന്തക്ഷിബന്ധിഃ. രാജസ്യ ഭൂമേഃ വിത്തസ്യ സ്ത്രിയഃ മാനസ്യ തേജസഃ മാനിനഃ അന്യസ്യ വാ ഹേതോഃ ശ്രീമതാന്ത ക്ഷിബന്തി ഹി. ശ്രീമതാന്ത ശ്രീമതം കൊണ്ട് വിവേകം നശിച്ചവരായ മാനികൾ. അതായത് രുക്മിണി കൃഷ്ണനെ ശകാരിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. അങ്ങയുടെ പ്രവൃത്തി അനുചിതമായി പോയി. ശ്രീമതം കൊണ്ട് വിവേകം നശിച്ചവരായ മാനികൾ രാജ്യത്തിന്റെയോ ഭൂമിയുടെയോ വിത്തസ്യ ധനത്തിന്റെയോ സ്ത്രീയുടെയോ മാനസ്യ ലോക സമ്മാനത്തിന്റെയോ തേജസക തന്റെ വൈഭവത്തിന്റെയോ അന്യസ്യ ഹേതോഹോ അന്യമായ കാരണത്തിന്റെയോ വശംവദരായിട്ട് ക്ഷിബന്തി ആക്ഷേപിക്കുന്നു. നിശ്ചയം. അപ്പോ രുക്മിണി പറയുകയാണ്, ദേഹാഭിമാനം അധികരിക്കുകയും ഐശ്വര്യം കവിഞ്ഞു വരികയും ചെയ്യുമ്പോൾ അന്യായ വിചാരം ചെയ്യാനുള്ള ബുദ്ധി കുറഞ്ഞു വരുന്നതിനാൽ, അതായത് എല്ലാവർക്കും ഐശ്വര്യം തന്നെയൊക്കെ വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യും? മറ്റൊന്നും ചിന്തിക്കുകയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവിവേകികളായി ഓരോന്ന് പ്രവർത്തിക്കും. അപ്പൊ അങ്ങനെയുള്ളവർ മാത്രമേ ഈ ബന്ധുക്കളെ ആക്ഷേപിക്കുകയുള്ളൂ. അതിനാൽ സ്ത്രീ നിമിത്തം ബന്ധുവിനെ അപമാനിച്ചത് നമുക്ക് തന്നെ അപകർഷ കാരണമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കൃഷ്ണനെ ശകാര രൂപത്തിൽ രുക്മിണി കൃഷ്ണനോട് പറയുകയാണ്. രാജസ്യ ഭൂമേർവിത്തസ്യ സ്ത്രീയോ മാനസ്യ തേജസഃ മാനിനോ അന്യസ്യ വാഹേദോ ശ്രീമതാന്തക്ഷിബന്ധിഃ. ശ്ലോകം 42. തവേയം വിഷമാ ബുദ്ധി സർവഭൂതേഷു ദുർഹൃദാം യന്മന്യസേ സദാ ഭദ്രം സുഹൃദാം ഭദ്രം അജ്ഞവത്. പിന്നെ ഇവിടെ 42 മുതൽ 49 വരെയുള്ള 8 ശ്ലോകങ്ങൾ ബലരാമൻ രുക്മിണിയെ ഉപദേശിക്കുന്നതാണ്. രുക്മിണി പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ രുക്മിണിയെ ബലരാമൻ ഉപദേശിക്കുകയാണ്. തവ യം
വിഷമാ ബുദ്ധി സർവഭൂതേഷു ദുർഹൃത. സർവഭൂതേഷു സകല ഭൂതങ്ങളിലും ദുർഹൃതാം ദുഷ്ടമനസ്കന്മാരായ സുഹൃതാം സുഹൃത്തുക്കൾക്ക് അജ്ഞവത് അജ്ഞന്മാരെ പോലെ ഭദ്രം ക്ഷേമത്തെ മന്യസേയത് നീ ആഗ്രഹിക്കുന്നുവോ എന്നത്. അതായത് ഈ രുക്മി എന്ന് പറയുന്നത് ദുഷ്ടനാണ്, സർവഭൂതങ്ങളെ ഉപദ്രവിക്കുന്നവനാണ്. അപ്പൊ അവനാണ് നല്ലത് വരണമെന്ന് നീ ആഗ്രഹിക്കുന്നത്. അത് തവ നിന്റെ ഇയം ബുദ്ധി, ഈ ബുദ്ധി വിഷമബുദ്ധിയാണ്, നല്ല ബുദ്ധിയല്ല. ഇപ്പൊ രുക്മിണി നല്ല ആളാണോ? അല്ല. രുക്മി നല്ല ആളാണോ? അല്ല. അവ എല്ലാ പേരെയും ഉപദ്രവിക്കുന്നവനാണ് രുക്മി. അപ്പൊ അങ്ങനെയുള്ള നിന്നെ പോലും അവൻ ചതിച്ചില്ലേ? അതായത് ശിശുപാലന്, ആ ദുഷ്ടനായ ശിശുപാലനാണ് നിന്നെ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള രുക്മിയെ നീ ന്യായീകരിക്കുകയാണോ ചെയ്യുന്നത്? അത് നിന്റെ വിഷമബുദ്ധിയാണ്. സദാ അഭദ്രം, എപ്പോഴും അത് അമംഗളകരവുമാണ്. അപ്പൊ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവനെ രക്ഷിക്കണമെന്ന് പറയുന്നത് നല്ലതല്ല. തപേയം വിഷമാ ബുദ്ധി സർവഭൂതേഷു ദുർഹൃതാം യൻ മന്യസേ സദാ ഭദ്രം സുഹൃതാം ഭദ്രം അജ്ഞവത്. ശ്ലോകം 42. ആത്മമോഹോ നൃണാമേഷാം കൽപ്യതേ ദേവമായയാ സുഹൃത് ദുർഹൃത് ഉദാസീന ഇതി ദേഹാത്മമാനിനാം. ആത്മമോഹഃ നൃണാം ഏഷഃ കൽപ്യതേ ദേവമായയാ സുഹൃത് ദുർഹൃത് ഉദാസീന ഇതി ദേഹാത്മമാനിനാം. ദേഹാത്മമാനിനാം, ദേഹത്തെ ആത്മാവെന്ന് അഭിമാനിക്കുന്നവർക്ക് സുഹൃത്ത്, ദുർഹൃത്ത് ശത്രു, ഉദാസീനൻ എന്ന ഏഷഃ ആത്മമോഹ. ഈ ആത്മജ്ഞാനം നൃണാം മനുഷ്യർക്ക് ദേവമായ ഈശ്വരമായയാൽ കൽപ്പിക്കപ്പെട്ടതാണ്. അപ്പോൾ ദേഹത്തെ ആത്മാവെന്ന് അഭിമാനിക്കുന്നവർക്ക് സുഹൃത്തെന്നോ ബന്ധുവെന്നോ ഉദാസീനൻ എന്നുള്ള ഈ ആത്മജ്ഞാനം ഈശ്വരന്റെ മായ കൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പൊ നീ മായയിൽ, ഈശ്വരന്റെ മായയിൽ മോഹിച്ചിരിക്കുകയാണ്. സർവാത്മാവായ കൃഷ്ണനിൽ നിശ്ചല പ്രേമം ഉള്ളവർക്ക് ശത്രുവെന്നോ മിത്രമെന്നോ ഉദാസീന ഭാവമെന്നോ വരാൻ പാടില്ല. അതായത് നിനക്ക് കൃഷ്ണന്റെ മാഹാത്മ്യം ജ്ഞാനം ശരിക്ക് ഉണ്ടായിട്ടില്ല. ആത്മമോഹേ നൃണാമേഷ കൽപ്യതേ ദേവമായയാ സുഹൃത് ദുർഹൃത് ഉദാസീന ഇതി ദേഹാത്മമാനിനാം. ശ്ലോകം 44. ഏക ഏവ പരോഹ്യാത്മാ സർവേഷാമപി ദേഹിനാം ജ്ഞാനേവ ഗൃഹ്യതേ മൂഢൈർ യഥാ ജ്യോതിർയഥാ നഭഃ. ഏകഃ ഏവ പരഃ ഹി ആത്മാ സർവേഷാം അഭിദേഹിനാം. സർവേഷാം അഭിദേഹിനാം, സകല ദേഹികളുടെയും പരഃ ആത്മാ, പരമാത്മാവ് ഏകഃ ഏവ ഹി. അപ്പൊ എല്ലാവരുടെയും ആത്മാവെന്ന് പറഞ്ഞത് ഒരാൾ തന്നെയാണ്, നിശ്ചയം തന്നെ, ഏകൻ തന്നെ. അതാണ് ഹി എന്ന് പറഞ്ഞത്. ഏക ഏവ ഹി, ഒരാൾ തന്നെയാണ് ആത്മാവ്. മൂഢൈ, അറിവില്ലാത്തവർ, ജ്യോതിഹി യഥ തേജസ് എന്ന പോലെയും, നഭായത ആകാശം എന്ന പോലെയും, ജ്ഞാനാ ഇവ അനേകമായിട്ട് ഗൃഹ്യത. അപ്പൊ ആത്മാവ് ഒന്നേ ഉള്ളൂ. ഉപാധിഭേദ നിമിത്തം മൂഢന്മാർ പരമാത്മാവിനെ അനേകമായിട്ട് കാണുന്നു. അപ്പൊ സൂര്യൻ, ചന്ദ്രൻ തുടങ്ങിയ തേജോബിംബങ്ങൾ ഏകമായിരിക്കുന്നു. ഇപ്പൊ ജലാശയത്തിൽ നോക്കുമ്പോൾ സൂര്യന്റെ ബിംബം കാണും. ഇപ്പൊ പാത്രത്തിലെടുത്ത് വെള്ളം വെച്ച് നോക്കിയാൽ അതിന് സൂര്യന്റെ ബിംബം കാണും. അതുപോലെ ചന്ദ്രന്റെ ബിംബം. അപ്പൊ എന്ന് പറഞ്ഞ് ചന്ദ്രനും സൂര്യനും പലതുണ്ടോ? പ്രതിബിംബങ്ങൾ ജലാശയങ്ങൾ പ്രതിഫലിച്ച് കാണുമ്പോൾ പ്രതിബിംബങ്ങൾ അനേകമായി കാണുന്നു എന്ന് പറഞ്ഞാൽ സൂര്യൻ അനേകമുണ്ടെന്നാണോ? അല്ല,
അതുപോലെയാണ് ആത്മാവ്. അതുപോലെ ആകാശം, ഒരു കുടം എടുത്തു വെച്ചാൽ അതിനകത്തും ആകാശമുണ്ട്. എല്ലായിടത്തും ആകാശം നിറഞ്ഞിരിക്കുന്നു. പക്ഷെ ഒരു കുടം എടുത്തു വെച്ചാൽ അതിനകത്ത് ആകാശം ഇരിക്കും. ഒരു വലിയ പാത്രം എടുത്തു വെച്ചാൽ അതിനകത്തിരിക്കും. എന്ന് പറഞ്ഞ് കുടത്തിയിരിക്കുന്ന ആകാശം വേറെ, പാത്രത്തിൽ ഇരിക്കുന്ന ആകാശം വേറെ, എങ്കും നിറഞ്ഞിരിക്കുന്ന ആകാശം വേറെ എന്നാണോ? ഇല്ല, ആകാശം ഒന്നേ ഉള്ളൂ, എല്ലായിടവും നിറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ സർവാത്മാവായ കൃഷ്ണനെ സിദ്ധിക്കാത്തവർ മാതാവ്, പിതാവ്, ഭ്രാതാവ് എന്ന ഭാവത്താൽ സുഖദുഃഖത്തെ അടയുന്നതിൽ ആശ്ചര്യപ്പെടുന്നില്ല. ഒട്ടും ആശ്ചര്യപ്പെടാൻ അതിനില്ല. അപ്പൊ കൃഷ്ണനെ ശരിക്കും മനസ്സിലാക്കാത്തവർ, അത് എൻ്റെ അച്ഛനാണ്, അമ്മയാണ്, സഹോദരനാണ് എന്ന് പറയുന്നതിൽ ആശ്ചര്യപ്പെടാനില്ല. കൃഷ്ണനെ പ്രാപിച്ചിരിക്കുന്ന നിനക്ക് ഈ ഭാവം കാണുന്നത് വളരെ ആശ്ചര്യം തന്നെയാണ് എന്ന് പറഞ്ഞ് രുക്മിണിയെ സമാധാനിപ്പിക്കുകയാണ്, ആത്മോപദേശം കൂടെ നൽകുകയാണ്. ഏക ഏവ പരോഹ്യാത്മാ സർവേഷാമപി ദേഹിനാം ജ്ഞാനേവ ഗൃഹ്യതേ മൂഢൈർ യഥാ ജ്യോതിർയഥാ നഭഃ. ശ്ലോകം 45. ദേഹേ ആദ്യന്തവാനേഷ ദ്രവ്യപ്രാണഗുണാത്മകഃ ആത്മന്യവിദ്യയാ ക്ലപ്ത സംസാരയതി ദേഹിനം. ദേഹ ആദ്യന്തവാൻ യേഷ ദ്രവ്യപ്രാണഗുണാത്മകഃ ആത്മനി അവിദ്യയ. ആത്മനി അവിദ്യയ, ആത്മാവിൽ അവിദ്യയ, ജ്ഞാനത്താൽ ക്ലപ്തഃ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതും. ദ്രവ്യ പ്രാണ ഗുണാത്മകഃ, ദ്രവ്യങ്ങൾ, പ്രാണങ്ങൾ, ഗുണങ്ങൾ ഇവയുടെ സ്വരൂപത്തോടു കൂടിയതും. ആദ്യന്തവാൻ, ആരംഭ അവസാനത്തോടു കൂടിയതുമായ യേഷഹ ദേഹ, ഈ ദേഹം, ദേഹിനം, ദേഹിയെ സംസാരയതി, സംസാരത്തിൽ ഭ്രമിപ്പിക്കുന്നു. അപ്പൊ അജ്ഞാന നിമിത്തം ദേഹത്തെ ആത്മാവാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ഇത് നിമിത്തം ആത്മാവിന് ജനന മരണങ്ങൾ ഉണ്ടാകുന്നുവെന്ന് തോന്നുന്നു. ശരിക്ക് ആത്മാവ് ന ജായതേ മ്രിയതേ വാ കഥാചിത് ന്യായം ഭൂത ഭവിതാന ഭൂയ, ആത്മാവ് ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പൊ അത് അജ്ഞാന നിമിത്തം ആത്മാവിന് ജനന മരണം ഉണ്ടെന്ന് തോന്നുകയാണ്. അത് അജ്ഞന്മാരുടെ ധാരണയാണ്. ഇത് തന്നെയാണ് ആത്മാവിന്റെ സംസാര പ്രാപ്തിക്ക് കാരണം. അപ്പൊ നിന്റെ അജ്ഞത കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ദേഹ ആദ്യന്തവാനേഷ ദ്രവ്യപ്രാണ ഗുണാത്മക ആത്മന്യവിദ്യയാ ക്ലിപ്ത സംസാരയതി ദേഹിനം. ശ്ലോകം 40. ജ്ഞാത്മനോ അന്യേന സംയോഗോ വിയോഗച്ച സദസ്സതി തത്ഹേതുത്വാ തത്പ്രസിദ്ധേർ ദൃക്രൂപാഭ്യാം യഥാരവേ. ജ്ഞാത്മനേന്യേന സംയോഗോ വിയോഗച്ച സദാ സതി തത്ഹേതുത്വാ തത്പ്രസിദ്ധേർ ദിഗ്രൂപാഭ്യാം യഥാ രവേഹേ. ന ആത്മനഃ അന്യേന സംയോഗഃ വിയോഗഃ ച അസതഃ സതിഹി. സതി, ഹേ സതി, ഹേ പതിവ്രതേ, രുക്മിണിയെ വിളിച്ച് ബലരാമൻ പറയാണ് രുക്മിണിയോട്, ആത്മനഃ ആത്മാവിന് അന്യേന അന്യനോട് അസത അസത്വം ഹേതുവായിട്ട് സംയോഗ ചേർച്ചയും വിയോഗ വേർപാടും ഇല്ല. ആത്മാവിന് ദേഹത്തോടോ ഇന്ദ്രിയങ്ങളോടോ അന്ധകരണത്തിനോടോ ചേർച്ചയോ വിയോഗമോ ഒന്നും ഇല്ല. തത്പ്രസിദ്ധേ, അവയുടെ പ്രസിദ്ധി, ദേഹാദികളുടെ പ്രസിദ്ധിക്കും തത്ഹേതുത്വ അതാകുന്ന ഹേതുവോട് കൂടിയതെന്നുള്ള കാരണനിമിത്തം, അതായത് ആത്മാവ് മാത്രമല്ലാതെ ദേഹേന്ദ്രിയാദികൾ വേറെയില്ല. രവേ സൂര്യന് ദൃക്രൂപാഭ്യാം യഥ നേത്രത്തോടും രൂപത്തോടും എന്നതുപോലെയാണ് ആത്മാവിന് ദേഹേന്ദ്രിയങ്ങളോടുള്ള ബന്ധം. ഇപ്പൊ നേത്രവും നേത്രഗ്രാഹ്യമായിരിക്കുന്ന രൂപവും സൂര്യനെ അപേക്ഷിച്ച് പ്രകാശിക്കുന്നു. അപ്പൊ സൂര്യനില്ലെങ്കിലോ
നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? അപ്പൊ കണ്ണിന്റെ പ്രകാശവുമില്ല. അപ്പൊ സൂര്യനെ അപേക്ഷിച്ചാണ് ഈ നേത്രങ്ങൾ പല രൂപങ്ങളെ നമ്മൾ കാണുന്നത്. അപ്പൊ സൂര്യനെ കൂടാതെ നേത്രരൂപങ്ങൾ ഇല്ല. അതുപോലെ ആത്മാവിനെ കൂടാതെ ദേഹ ഇന്ദ്രിയാദികളും ഇല്ല. അതിനാൽ അസത്തായിരിക്കുന്ന ദേഹേന്ദ്രിയാദികളോട് ആത്മാവിന് സംയോഗ വിയോഗം ഉള്ളെന്നുള്ള തോന്നൽ അധ്യാസ നിമിത്തമാണ്. അതായത് ഒന്നിനെ മറ്റൊന്നായി തെറ്റിദ്ധരിക്കുന്നതാണ് അധ്യാസം. അധ്യാസ സംബന്ധ നിമിത്തം ഭ്രാന്തിജ്ഞാനം മാത്രമാകുന്നു. അപ്പൊ നമുക്ക് ഇന്ദ്രിയങ്ങളുണ്ട്, ഉള്ളിൽ ആത്മാവില്ലെങ്കിൽ ഏതെങ്കിലും ഇന്ദ്രിയത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുമോ? അപ്പൊ ആത്മാവില്ലെങ്കിൽ ഇന്ദ്രിയങ്ങളും ഇല്ല, അതെല്ലാം ജഡവസ്തുക്കളാണ്. അപ്പൊ ശ്രീകൃഷ്ണ സംയോഗം സിദ്ധിച്ചിരിക്കുന്ന നിനക്ക് പ്രാകൃതിക സ്ത്രീകൾക്കുണ്ടാകുന്ന ഈ മോഹം ഉണ്ടാകുന്നത് അത്ര നല്ലതല്ല, അത് അയോഗ്യമാണ്. അപ്പൊ ശ്രീകൃഷ്ണനോട് ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ് ഇപ്പൊ നീ. അപ്പൊ നീയും എന്ത് ചെയ്യണം? ആ ശ്രീകൃഷ്ണനെ പോലെ ആ ജ്ഞാനരൂപത്തിൽ ജ്ഞാനിയായിരിക്കണം. ഈ അജ്ഞാനം കൊണ്ട് നടക്കരുത്. അജ്ഞാന നിമിത്തമാണ് നിനക്കിതൊക്കെ തോന്നുന്നത്. ജ്ഞാത്മനോ അന്യേന സംയോഗോ വിയോഗച്ചാസദസതി തത്ഹേതുത്വ തത് പ്രസിദ്ധേർ ദിഗ്രൂപാഭ്യാമ്യതാരവേഗേ. ശ്ലോകം 47. ജന്മാദയസ്തു ദേഹസ്യ വിക്രിയാനാത്മന ക്വചിത് കലാനാമിവ നൈവേന്ദ്രോർ മൃതിർഹ്യസ്യ കുഹിരിവാം. ജന്മാദയഃ തു ദേഹസ്യ വിക്രിയ ന ആത്മന ക്വചിത് കലാനാം ഇവ ന ഏവ ഇന്തോഃ മൃതിഃ ഹി അസ്യ കുഹുഹു ഇവ കുഹുഹു ഇവ. ജന്മാദയാസ്തു ജന്മം മുതലായ വിക്രിയാഹ വികാരങ്ങളാകട്ടെ. അപ്പൊ ദേഹധർമ്മങ്ങളാണ് ജന്മം തുടങ്ങിയ 6 വികാരങ്ങൾ. ഏതൊക്കെയാണ്? ജനനം, മരണം, ശോകം, മോഹം, വിശപ്പ്, ദാഹം. ഇത് 6 ദേഹത്തിനാണ്, ആത്മാവിനല്ല. ഇതാണ് 6 വികാരങ്ങൾ: ജനനം, മരണം, മോഹം, ശോകം, വിശപ്പ്, ദാഹം. ഈ 6 വികാരങ്ങൾ ആർക്കാണുള്ളത്? ദേഹത്തിനാണ്. അല്ലാതെ ഒരിക്കലും വികാരങ്ങളായിട്ട് ദേഹത്തിനാകുന്നു. ക്വചിത് ഒരിക്കലും ന ആത്മന, ഒരിക്കലും ആത്മാവിന് ഈ തരം വികാരങ്ങളൊന്നും ഇല്ല. കലാനാമിവ കലകൾക്കെന്ന പോലെ, ഇന്ദോഹോ ചന്ദ്രന് ന ഏവ ഇല്ല തന്നെ. അപ്പൊ ചന്ദ്രകല ചില ദിവസം നോക്കുമ്പോൾ ചന്ദ്രകല ചെറുതായിരിക്കും, ചിലപ്പോൾ ചന്ദ്രകല കൂടി വരും, പിന്നെ പൂർണ്ണചന്ദ്രനാകും എന്ന് പറഞ്ഞ് ആ ചന്ദ്രൻ പകുതിയേ ഉള്ളൂ. അമാവാസി വരുമ്പോൾ മറയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പൊ ഭൂമി ചന്ദ്രനെ മറയ്ക്കുമ്പോൾ അപ്പൊ അവിടെ ഇരുട്ട്. അപ്പോൾ എന്ത് ചെയ്യും? കലയായിട്ടാണ് അത് കാണുന്നത്. അപ്പൊ ചന്ദ്രന് കല എന്ന പോലെ. എന്നാൽ ചന്ദ്രന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല എന്ന് പറയുകയാണ്. വൃത്തിക്ഷയങ്ങൾ ആ കലകൾക്കാണ് വൃത്തിക്ഷയങ്ങൾ. അത് ചെറുതാകും, അല്പം വലുതാകും, പിന്നെ ചിലപ്പോൾ ചെറുതായി ഇല്ലാതാകും, പിന്നെ അത് പൂർണ്ണചന്ദ്രനാകും എന്ന് പറഞ്ഞ് ചന്ദ്രൻ അവിടെ നശിക്കുന്നുണ്ടോ? ഇല്ല, അത് ചന്ദ്രന്റെ കലയാണ്. ചന്ദ്രക്കല എന്ന് പറയില്ലേ, അതിനാണ് വൃത്തിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ചന്ദ്രന് നാശമില്ല. കലകൾ നശിക്കുമ്പോൾ ചന്ദ്രൻ നശിക്കുവോ? ഇല്ല, ചന്ദ്രന് നാശം ഇല്ല. അപ്പൊ അമാവാസി വരുമ്പോൾ, കർത്തവാവ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കും. അതുപോലെ ദേഹം നശിക്കുമ്പോൾ ആത്മാവിന് നാശം സംഭവിച്ചുവെന്ന് മൂഢന്മാർ കരുതുന്നു. അപ്പൊ ആത്മാവിന് നാശമുണ്ടോ? ആത്മാവിനൊരു നാശവുമില്ല. അക്ഷേത്യോയം അദാഹ്യോയം അക്ലേത്യോ അശോഷ ഏവച നിത്യ സർവഗതസ്ഥാണുർ അചലോയം സനാതനം. അത് സനാതനമാണ്, എന്നും നിലനിൽക്കുന്നതാണ്. അതിനെ ആയുധം കൊണ്ട് മുറിപ്പെടുത്താനോ ജലം കൊണ്ട് നനയ്ക്കാനോ തീ കൊണ്ട് ദഹിപ്പിക്കാനോ ഒന്നും കഴിയുകയില്ല. അത് സനാതനം.
അജലോയം സനാതനം. ആ പാറ പോലെ ഉറച്ചിരിക്കുകയാണ്, അതിന് ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ട് ജന്മാദി ഷഡ്ഭാവങ്ങൾ ആത്മാവിനില്ല, അത് ദേഹധർമ്മങ്ങളാണ്. ജന്മാദയസ്തു ദേഹസ്യ വിക്രിയാനാത്മന ക്വചിത് കലാനാം ഇവ നൈവേന്ദോർ മൃതിർഹ്യസ്യ കുഹൂരിവ. കുഹു എന്ന് വെച്ചാൽ അമാവാസി പോലെ. ആത്മാവിന്റെ മൃതി, മരണം എന്ന് പറയുന്നത് അമാവാസിയിൽ ചന്ദ്രന്റെ ആ കലകള് വൃത്തിക്ഷയം വരുന്നത് പോലെയാണ് ആത്മാവിന് മരണം സംഭവിക്കുന്നത്. അപ്പൊ ചന്ദ്രകലയ്ക്ക് വൃത്തിക്ഷയം വരും, ചന്ദ്രന് വൃത്തിക്ഷയമില്ല. അതുപോലെ മരണമെന്ന് പറയുന്നത് ആത്മാവിനല്ല, അത് ദേഹത്തിനാണ്. ജന്മാദയസ്തു ദേഹസ്യ വിക്രിയാനാത്മന ക്വചിത് കലാനാം ഇവ നൈവേന്ദോ മൃദർഹ്യസ്യ കുഹൂരിവാം. ശ്ലോകം 48. യഥാശയാനാത്മാനം വിഷയാൻ ഫലമേവ ച അനുഭുങ്ക്തേപ്യ അസത്യർത്ഥേ തഥാ ആപ്നോത്യ അബുധോ ഭവം. യഥാ ശയാന ആത്മാനം വിഷയാൻ ഫലം ഏവ ച അഭുങ്ക്തേ അപി അസതി അർത്ഥേ തഥാ ആപ്നോതി അബുധഃ ഭവം. ശയാന, യഥാ ശയാന ആത്മാനം, ശയാന ഉറങ്ങിക്കിടക്കുന്നവൻ, ആത്മാനം ഭോക്താവിനെയും വിഷയാൻ വിഷയങ്ങളെയും ഫലം ഭോഗത്തെയും യഥാ ഏതുവിധം അനുഭവിക്കുന്നുവോ. അതായത് ഉറങ്ങിക്കിടക്കുകയാണ്, സ്വപ്നം കാണുമ്പോൾ എന്ത് ചെയ്യും? നാം പലതും കാണും അല്ലേ? ഏതെങ്കിലും വലിയ സ്റ്റാർ ഹോട്ടലിൽ ചെന്നിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് എന്നൊക്കെ വിചാരിച്ച് ഭക്ഷണം അവിടെ ഇരുന്ന് കഴിക്കുകയും ചെയ്യും. കഴിക്കുന്നതായിട്ട് നമുക്ക് തോന്നും, ഉറക്കത്തില് നമ്മളത് ചെയ്തു ഇത് ചെയ്തു എന്നെല്ലാം തോന്നും. അപ്പം ഭക്ഷണം കഴിക്കുന്നവനെയും ഭോക്താവിനെയും വിഷയങ്ങളെയും ഭോഗത്തെയും എല്ലാം നമ്മൾ അനുഭവിക്കും. സ്വപ്നത്തിൽ എല്ലാം യാഥാർത്ഥ്യമായിട്ട് നമുക്ക് തോന്നും. തഥാ അതുപോലെ എന്നാ ഉണർന്ന് കഴിയുമ്പോഴാ സ്റ്റാർ ഹോട്ടലും ഇല്ല, ഭക്ഷണവും ഇല്ല, ഒന്നുമില്ല അല്ലേ? മറ്റേ നമ്മൾ ഭക്ഷണം കഴിച്ച് അമ്പക്കം വിടുന്ന എല്ലാം നമ്മൾ ആ സ്വപ്നത്തിൽ കാണും. പക്ഷെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഇതാ കട്ടിൽ കിടക്കുന്നു. അതുപോലെ തഥാ അതുപോലെ അബുധഃ അറിവില്ലാത്തവൻ അർത്ഥേ പദാർത്ഥം അസതിയപി ഇല്ലാതിരിക്കുന്നുവെങ്കിലും ഭവം സംസാരത്തെ ആപ്നോതി പ്രാപിക്കുന്നു. അപ്പൊ ഇല്ലാത്തതിനെ സ്വപ്നത്തിൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ തോന്നുന്നത് പോലെയാണ് നമ്മൾ സംസാരത്തിലും ഓരോന്ന് കാണുന്നത്. ജാഗ്രത അവസ്ഥയിലും കാണുന്നതൊന്നും സ്വപ്നത്തിലെ പോലെ തന്നെ, അതും സ്ഥിരമായിട്ടുള്ളതല്ല. ഫലം ഭോഗത്തെ അനുഭവിക്കുകയും ചെയ്യുന്നു. സംസാരത്തെ നമ്മൾ പ്രാപിക്കുന്നു. ആത്മാവ് മാത്രമല്ലാതെ ദേഹാദികൾ സമസ്തവും അസത്തായിരിക്കെ അറിവില്ലാത്തവർ വെറുതെ സംസാര ക്ലേശത്തെ അടയുന്നു. അപ്പൊ അറിവില്ലാത്തവരാണ് ഈ സംസാരത്തിൽ കിടന്ന് ഉഴന്ന് ദുഃഖിക്കുന്നത്. ബന്ധുക്കൾ ആരെങ്കിലും മരണമുണ്ടാകുമ്പോൾ പിന്നെ ആകെ മനസ്സ് തളർന്നു പോവും. അപ്പോ എന്നാ ആത്മാവ് മരിച്ചിട്ടുണ്ടോ? ആത്മാവ് മരിച്ചിട്ടില്ല. നമ്മൾ ദേഹത്തെ ആത്മാവായിട്ട് കരുതുന്നു. ദേഹം മരിക്കുമ്പോൾ എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് സംസാരത്തിൽ ദുഃഖവും അനുഭവിക്കുന്നു. അത് അജ്ഞാന നിമിത്തമാണ്. യഥാശയാനാത്മാനം വിഷയാൻ ഫലമേവ ച അനുഭുങ്ക്തേപ്യ അസത്യർത്ഥേ തഥാ ആപ്നോത്യബുധോ ഭവം. ശ്ലോകം 49. തസ്മാത് അജ്ഞാനജം ശോകം ആത്മശോഷ വിമോഹനം തത്വജ്ഞാനേന നിർഹൃത്യ സ്വസ്ഥാഭവ ശുചിസ്മിതേ. ശ്ലോകം 49. തസ്മാത് അജ്ഞാനജം ശോകം ആത്മശോഷ വിമോഹനം തത്വജ്ഞാനേന നിർഹൃത്യ സ്വസ്ഥാഭവ ശുചിസ്മിതേ. തസ്മാത് അജ്ഞാനജം ശോകം ആത്മശോഷ വിമോഹനം തത്വജ്ഞാനേന നിർഹൃത്യ സ്വസ്ഥാഭവ ശുചിസ്മിതേ. തസ്മാത് അതുകൊണ്ട് ശുചിസ്മിതേ ഹേ സുന്ദരി ആത്മശോഷ
വിമോഹനം. ആത്മാവിനെ ശോഷിപ്പിക്കുന്നതും മോഹിപ്പിക്കുന്നതും അജ്ഞാനജം, അറിവില്ലായ്മയിൽ നിന്നും ജനിച്ചതായ ശോകം, ദുഃഖത്തെ തത്വജ്ഞാനേന, പരമാർത്ഥ ജ്ഞാനം കൊണ്ട് നിർഹൃത്യ, നശിപ്പിച്ചിട്ട് സ്വസ്ഥാഭവ, ശാന്തമായി ഭവിച്ചാലും. അപ്പോ ആ ഉപദേശം സംഹരിപ്പിക്കുകയാണ്. ഹേ സുന്ദരി, സംസാര ദുഃഖത്തിന് ആത്മജ്ഞാനം കാരണമായിരിക്കുന്നതിനാൽ നീ ആത്മാവിന്റെ പരമാർത്ഥ സ്വരൂപം വിചാരിച്ചറിഞ്ഞ് ദേഹത്തെ ശോഷിപ്പിക്കുന്നതും ഞാൻ, നീ, എന്റെ, നിന്റെ എന്ന ഭാവത്തെ ജനിപ്പിക്കുന്നതുമായ ശോകത്തെ നിശേഷം നശിപ്പിച്ച് ശാന്തമായിരിക്കുക. അപ്പോ ഇത് സാക്ഷാൽ ലക്ഷ്മി തന്നെയാണ് രുക്മിണിയായി അവതരിച്ചിരിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ ശരീരം ധരിച്ചിരിക്കുന്ന രുക്മിണിക്ക് തക്ക സമയത്തിൽ ബലരാമൻ ജ്ഞാനം ഉപദേശിച്ചു. ലക്ഷ്മിയാണെങ്കിൽ മനുഷ്യ ശരീരമല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ കൂടെ അറിയാൻ വേണ്ടി എന്തായാലും മനുഷ്യ ശരീരം എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രവൃത്തികളൊക്കെ കാണിക്കുമല്ലോ. അപ്പൊ അതനുസരിച്ച് ബലരാമൻ ആത്മജ്ഞാനം ഉപദേശിക്കുകയാണ്. തസ്മാത് അജ്ഞാനജം ശോകം ആത്മശോഷ വിമോഹനം തത്വജ്ഞാനേന നിർഹൃത്യ സ്വസ്ഥാഭവ ശുചിസ്മിതേ. ശ്ലോകം 50. ശ്രീശുകവാച ഏവം ഭഗവതാ തന്നി രാമേണ പ്രതിബോധിത വൈമനസ്യം പരിത്യജ്യ മനോബുദ്ധ്യാ സമാദതേ. ഏവം ഭഗവതാ തന്നി രാമേണ പ്രതിബോധിത, ഭഗവാനായിരിക്കുന്ന രാമനാൽ ഏവം ഇപ്രകാരം പ്രതിബോധിത അറിയിക്കപ്പെട്ട തന്നി രുക്മിണി വൈമനസ്യം മനക്ലേശത്തെ പരിത്യജ്യ ഉപേക്ഷിച്ചിട്ട് ബുദ്ധ്യ വിവേകശക്തിയാൽ മനസ്സിനെ സമാധാനിപ്പിച്ചു. അപ്പോൾ രുക്മിണിക്കുണ്ടായ പ്രയാസമെല്ലാം ബലരാമൻ തത്വജ്ഞാനം നടത്തിയപ്പോൾ രുക്മിണിയുടെ പ്രയാസമെല്ലാം പോയി, രുക്മിണിക്ക് ജ്ഞാനമുണ്ടായി. അപ്പൊ ആ ദുഃഖത്തേക്ക് രുക്മിണി അടക്കി സമാധാനമായി ഇരുന്നു. ശ്രീശുകവാച ഏവം ഭഗവതാ തന്നി രാമേണ പ്രതിബോധിത വൈമനസ്യം പരിത്യജ്യ മനോബുദ്ധ്യാ സമാദതേ. ശ്ലോകം 51 52 കൂടെ. പ്രാണാവശേഷ ഉത്സൃഷ്ടോ ദിഗ്വിർഹത ബലപ്രഭ സ്മരൻ വിരൂപ കരണം വിധത ആത്മമനോരഥ. 52 ചക്രേ ഭോജകടം നാമ വിവാസായ മഹത്പുരം അഹത്വാ ദുർമതിം കൃഷ്ണം അപഹൂത്തിഹ്യയവീയസീം കുണ്ടിനം ന പ്രവേക്ഷ്യാമി ഇത്യുക്ത തത്ര അവസദൃശാം. പ്രാണ അവശേഷ ഉത്സൃഷ്ടഃ ദിഗ്ഭിഹി ഹത ബലപ്രഭഃ. ദിഗ്ഭിഹി ശത്രുക്കളാൽ ഹത ബലപ്രഭഃ ഹനിക്കപ്പെട്ട ശക്തിയോടും പ്രഭയോടും കൂടിയവനായി. അതായത് രുക്മിണിയുടെ കാര്യമാണ് പറയുന്നത്. പ്രാണാവശേഷ പ്രാണൻ മാത്രം അവശേഷിച്ചവനായി, ഉത്സൃഷ്ട ഉപേക്ഷിക്കപ്പെട്ടവനായി, വിധത ആത്മമനോരഥ നിഷ്ഫലമായ മനോരഥത്തോടു കൂടിയവനായി, വിരൂപകരണം വിരൂപപ്പെടുത്തിയതിനെ സ്മരൻ വിചാരിക്കുന്നവനായി. അപ്പോൾ രുക്മിണിയുടെ മനോധൈര്യം എല്ലാം നഷ്ടപ്പെട്ടു, ആകെ യുദ്ധത്തിൽ തോറ്റു. അതുമാത്രമല്ല മരിച്ചതിന് തുല്യമായിട്ട് വിരൂപനുമാക്കി. അപ്പൊ അങ്ങനെ ഉള്ള ആ രുക്മി. ഇനി അടുത്തത് 52 ശ്ലോകമാണ്. വിവാസ പിരിഞ്ഞിരിക്കാനായിക്കൊണ്ട് ഭോജകടം നാമ, ഭോജകടം എന്നു പേരായ മഹത്പുരം മഹാരാജധാനിയെ ചക്ര ഉണ്ടാക്കി. അതായത് രുക്മിണി വിചാരിച്ചു, ഇനി ഞാൻ തിരിച്ച്, നേരത്തെ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, രുക്മിണിയെ തിരിച്ചു കൊണ്ടുവരാതെയും കൃഷ്ണനെ കൊല്ലാതെയും ഞാൻ കുണ്ടിനത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് എല്ലാ രാജാക്കന്മാരും കേൾക്കെയാണ് രുക്മി പ്രതിജ്ഞ ചെയ്തത്. അതുകൊണ്ട് രുക്മിക്ക് ഇപ്പോൾ കുണ്ടിനത്തിലേക്ക് പോകാൻ
സാധിക്കുകയില്ല. അതുകൊണ്ട് രുക്മി എന്ത് ചെയ്തു? ആ ശത്രുക്കൾ തോൽപ്പിച്ച ആ സ്ഥലത്ത് തന്നെ ഭോജകടം എന്നു പേരായ ഒരു രാജധാനി നിർമ്മിച്ചു. ദുർബുദ്ധിയായ കൃഷ്ണനെ അഹത്വ ഹനിക്കാതെയും യവീയസിയും സഹോദരിയെ അപത്യൂഹ്യ വീണ്ടും കൊണ്ടുവരാതെയും കുണ്ടിനത്തെ ന പ്രവേശ്യാമി പ്രവേശിക്കാൻ ഭാവമില്ല. കാരണം എന്താണ്? നേരത്തെ പ്രതിജ്ഞ ചെയ്തു പോയി. ഇത്യുക്ത എന്ന് പറഞ്ഞിട്ട് രുഷ ക്രോധത്തോടുകൂടി തത്ര അവിടെ വസിച്ചു. അപ്പൊ ഇനി രുക്മിണിയെ വീണ്ടെടുക്കാതെ കൃഷ്ണനെ കൊല്ലാതെ ഞാൻ കുണ്ടിനത്തിലേക്ക് പോവുകയില്ല എന്ന് പറഞ്ഞ് ഭോജകടം എന്ന രാജധാനി നിർമ്മിച്ച് അവിടെ തന്നെ രുക്മി താമസിച്ചു. പ്രാണാവശേഷ ഉത്സൃഷ്ടോ ദിഗ്വിർഹിത ബലപ്രഭ സ്മരൻ വിരൂപകരണം വിധതാത്മമനോരഥ ചക്രേ ഭോജകടം നാമ വിവാസായ മഹദ്പുരം അഹത്വാ ദുർമതിം കൃഷ്ണം അപത്യൂഹ്യ യവീയസീം കുണ്ടിനം ന പ്രവേക്ഷ്യാമി ഇത്യുക്ത തത്ര അവസത് രുഷ. കുണ്ടിനം ന പ്രവേക്ഷ്യാമി ഇത്യുക്ത തത്ര അവസത് രുഷ. ശ്ലോകം 53. ഭഗവാൻ ഭീഷ്മകസുതാം ഏവം നിർജിത്യ ഭൂമിവാൻ പുരമാനീയ വിധിവത് ഉഭയേമേ കുരുദ്വഹ. ഭഗവാൻ ഭീഷ്മക സുതാം ഏവം നിർജിത്യ ഭൂമിവാൻ പുരമാനീയ വിധിവത് ഉപയേമേ കുരുദ്വഹ. കുരുദ്വഹ. ഹേ പരീക്ഷിത്ത് രാജാവേ, ശ്രീശുവ ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുകയാണ്, ഹേ പരീക്ഷിത്ത് രാജാവേ, ഭഗവാൻ കൃഷ്ണൻ ഏവം ഇപ്രകാരം ഭൂമിപാൻ രാജാക്കന്മാരെ നിർജിത്യ ജയിച്ചിട്ട് ഭീഷ്മകസുതാം രുക്മിണിയെ പുരം രാജധാനി ആനീയ രുക്മിണിയും കൊണ്ട് സ്വന്തം രാജധാനിയിലേക്ക് പോയി. വിധിപ്രകാരം ഉപയേമെ വിവാഹം ചെയ്തു. അപ്പൊ വിധിപ്രകാരം ശാസ്ത്രപ്രകാരം രുക്മിണിയെ കൃഷ്ണൻ വിവാഹം ചെയ്തു. ഭഗവാൻ ഭീഷ്മകസുതാം ഏവം നിർജിത്യ ഭൂമിപാൻ പുരമാനീയ വിധിവത് ഉപയേമേ കുരുദ്വഹാം. ശ്ലോകം 54. താ മഹോത്സവോ നൃണാം യദുപുര്യാം ഗൃഹേ ഗൃഹേ അഭൂത് അനന്യഭാവാനാം കൃഷ്ണേ യദുപദൗ നൃപാം. തഥാ മഹോത്സവേ നൃണാം യദുപുര്യാം ഗൃഹേ ഗൃഹേ അഭൂത് അനന്യഭാവാനാം കൃഷ്ണേ യദുപദൗ നൃപ. ഹേ രാജാവേ, യദുപദൗ യദുക്കളുടെ പാലകനായിരിക്കുന്ന കൃഷ്ണനിൽ അനന്യഭാവാന അതിപ്രേമത്തോടു കൂടിയവരായ നൃണാം മനുഷ്യർക്ക് യദുപുരിയിൽ ഗൃഹേ ഗൃഹേ ഗൃഹം തോറും തഥാ അപ്പോൾ മഹോത്സവം അഭൂതുണ്ടായി. അപ്പൊ കൃഷ്ണന്റെ ആ വിവാഹ അവസാനത്തിൽ എല്ലാ പേരും അതൊരു മഹോത്സവമായിട്ട് തന്നെ കൊണ്ടാടി. അപ്പോൾ രാജാവിനുള്ള സന്തോഷം പ്രജകൾക്കുള്ളതാണല്ലോ. പ്രത്യേകിച്ച് കൃഷ്ണൻ അവരുടെ ഏത് ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നവനാണ് കൃഷ്ണൻ. അപ്പൊ കൃഷ്ണന്റെ ആ വിവാഹ മഹോത്സവം എല്ലാവരും വലിയ ഉത്സവമായിട്ട് കൊണ്ടാടി. തഥാ മഹോത്സവേന്ദ്രീണാം യദുപുര്യാം ഗൃഹേ ഗൃഹേ അഭൂതനന്യഭാവാനാം കൃഷ്ണേ യദുപദൗ നൃപാം. ശ്ലോകം 55. നരാ നാര്യശ്ച മുദിതാ പ്രകൃഷ്ടമണികുണ്ടലാഹ പാരിബർഹം ഉപാജഘ്രോർ വരയോശ്ചിത്രവാസസോഹോ. നരാ നാര്യഃ ച മുദിത പ്രമൃഷ്ടമണികുണ്ടലാഹ. പ്രമൃഷ്ടമണികുണ്ടല ശുദ്ധമായ രത്നകുണ്ടലങ്ങളോട് കൂടിയ നരാഹ പുരുഷന്മാരും നാര്യഹ സ്ത്രീകളും. അപ്പൊ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും ഭഗവാന്റെ വിവാഹമല്ലേ, അപ്പൊ എല്ലാവരും അണിഞ്ഞു ഒരുങ്ങി നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ധരിച്ച് നല്ല രത്നകുണ്ടലങ്ങളൊക്കെ അണിഞ്ഞ് മുദിത സന്തോഷിച്ചവരായി ചിത്രവാസസോ വിചിത്ര വസ്ത്രങ്ങൾ ധരിച്ച് വരയോഹോ വധൂവരന്മാർക്ക് പാരിബർഹം കാഴ്ചദ്രവ്യം ഉപാകരിച്ചു. അപ്പൊ വധുവരന്മാർക്ക് വിശേഷ സംഭാവനകൾ സമർപ്പിച്ചു. ഇപ്പൊ വിവാഹമാകുമ്പോൾ സമ്മാനങ്ങൾ കൊടുക്കുമല്ലോ, അതുപോലെ രാജ്യവാസികളെല്ലാം
അവരെല്ലാം സന്തോഷിച്ചു. അവരെല്ലാം നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ഇവർക്ക് വിശേഷ സമ്മാനങ്ങൾ കൊടുത്തു. നരാനാര്യശ്ച മുദിത പ്രമൃഷ്ടമണികുണ്ടലാഹ പാരിബർഹമുപാജഹ്രൂർ വരയോശ്ചിത്രവാസസോ. ശ്ലോകം 56. സാ വൃഷ്ണേ പുര്യ ഉത്തഭീതേന്ദ്രകേതുഭിർ വിചിത്രമാല്യാംബരരത്നതോരണൈ ബഭൗ പ്രതിവാര് ഉപക്ലിപ്തമംഗളൈർ ആപൂർണ കുംഭ അഗരുധൂപ ദീപകൈഃ. സാ വൃഷ്ണിപുരി ഉത്തഭിതേന്ദ്രകേതുഭിഃ. ഉത്തഭിതേന്ദ്രകേതുഭിഃ. ഉത്തഭിത ഇന്ദ്രകേതുഭിഃ. ഉത്തഭിത ഇന്ദ്രകേതുഭ്. ഉത്തഭിത എന്ന് പറഞ്ഞാൽ ഉയർത്തപ്പെട്ട ഇന്ദ്രകേതുഭ്. ഇന്ദ്രന്റെ കൊടിയടയാളം ഇന്ദ്രധ്വജങ്ങൾ കൊണ്ടും വിചിത്ര മാല്യാംബര തോരണ അനേക വിധത്തിലുള്ള മാലകൾ, വസ്ത്രങ്ങൾ, തോരണങ്ങൾ എല്ലായിടത്തും അലങ്കാരം. ഭഗവാന്റെ വിവാഹമല്ലേ, അപ്പോൾ എല്ലായിടത്തും എല്ലാ ഗൃഹങ്ങളിലും എല്ലാ യദുപുരിയിലെല്ലാം കൊടിക്കൂറകൾ ഉയർത്തിക്കെട്ടപ്പെട്ടു, ഇന്ദ്രധ്വജങ്ങൾ. അപ്പോൾ കൊടിക്കൂറകൾ ഉയർത്തിക്കെട്ടുന്നതാണ് ഇന്ദ്രധ്വജങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. വിചിത്ര മാല്യ അംബര രത്നതോരണ അനേക വിധത്തിലുള്ള മാലകൾ, വസ്ത്രങ്ങൾ, തോരണങ്ങൾ കൊണ്ടും മരതക തോരണങ്ങൾ കൊണ്ടും പ്രതിദ്വാരി ദ്വാരങ്ങൾ തോറും, അതായത് ഓരോ വീടുകൾ തോറും ഉപക്ലിപ്ത മംഗളെ വിതറപ്പെട്ട മംഗളപദാർത്ഥങ്ങൾ കൊണ്ടും എല്ലാ ഗൃഹങ്ങളിലും വിശേഷപ്പെട്ട വർണ്ണകാന്തിയുള്ള പൂക്കൾ കൊണ്ട് കെട്ടിയ മാല, പട്ടുവസ്ത്രങ്ങൾ, മരതക തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. പ്രതിദ്വാരി ദ്വാരങ്ങൾ തോറും പടിപ്പുരകളുടെ മുൻഭാഗങ്ങൾ, എല്ലാ വാതിലുകളുടെ മുൻഭാഗങ്ങളിൽ മലരുകൾ മുതലായ മംഗളപദാർത്ഥങ്ങൾ വിതറിയിരുന്നു. ആപൂർണ കുംഭ അകരു ധൂപ ദീപികൈ. പൂർണ്ണകുംഭങ്ങൾ, അതായത് ഗൃഹങ്ങളിലേക്ക് പൂർണ്ണകുംഭങ്ങൾ, അത് മംഗളസൂചകമായിട്ടാണ് പൂർണ്ണകുംഭ. ധൂപദീപങ്ങൾ, അകരു തുടങ്ങിയ സുഗന്ധ ദ്രവ്യങ്ങൾ പുകച്ച് ധൂപദീപങ്ങൾ. സാ വൃഷ്ണിപുരി ആ യദുപുരി ബഹു ശോഭിച്ചു. അപ്പൊ അങ്ങനെ വിവാഹത്തിന്റെ ആ ദിവസം എല്ലാ വീടുകളും, രാജ്യം മുഴുവനും അവിടെ അലങ്കാരമുണ്ടായിരുന്നു. വീടുകൾ തോറും അലങ്കാരമുണ്ടായിരുന്നു. എല്ലാവരും ഒരുങ്ങി വളരെ സന്തോഷത്തോടുകൂടി പൂർണ്ണ കുംഭങ്ങളും ധൂപദീപങ്ങളും എല്ലാം ആയിട്ട് ആ യദുപുരി ശോഭിച്ചു. സഹാ വൃഷ്ണർപുരി ഉത്തഭിതേന്ദ്ര കേതുഭിർ വിചിത്രമാല്യാംബരരത്നതോരണൈഃ ബഭൗ പ്രതിദ്വാരി ഉപക്ലിപ്തമംഗളൈർ ആപൂർണ കുംഭാകരു ധൂപ ദീപകൈഃ. ശ്ലോകം 57. സിക്തമാർക്കാമദച്യുദ്ഭിർ ആഹൂതപ്രേഷ്ഠഭൂഭുജാം ഗജൈർദ്വാസു പരാമൃഷ്ട രംഭാപൂഗോപശോഭിതം. സിക്തമാർഗ മദച്യുദ്ഭിഃ ആഹൂതപ്രേഷ്ഠഭൂഭുജാം ഗജൈഃ ദ്വാസു പരാമൃഷ്ട രംഭ പൂഗ ഉപശോഭിത. ആഹൂത പ്രേഷ്ഠഭൂഭുജ വിളിക്കപ്പെട്ട ഇഷ്ടരാജാക്കന്മാരുടെ മദച്യുത്വി മതമൊഴുകുന്ന ഗജൈ ആനകളാൽ. അപ്പോൾ ശ്രീകൃഷ്ണന്റെ സ്നേഹിതരമായ ആ പ്രബലന്മാരായ രാജാക്കന്മാരെ എല്ലാം കല്യാണത്തിന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവർ വരുമ്പോൾ അവരെ കൂടെ കൊണ്ടുവന്നിരുന്ന ആനകൾ, അപ്പം മതച്യുതി വരുന്ന കവിൾത്തടങ്ങളിൽ നിന്നും മതങ്ങൾ ഒഴുകുന്ന ആനകളാൽ സിക്തമാർഗം നനയ്ക്കപ്പെട്ട പാതകളോടുകൂടി ആനകളുടെ കവിൾത്തടങ്ങളിൽ നിന്ന് ഒഴുകുന്ന മതം അവിടെയൊക്കെ വഴികളിലൊക്കെ വീണിട്ടുണ്ടായിരുന്നു. മതധാരയാൽ പുരമാർഗങ്ങൾ വെള്ളം പകർന്ന് നനച്ചതിനേക്കാൾ പൊടി ഒതുക്കിയിരുന്നു.
ശ്രേഷ്ഠമായ ആനകൾ, ഒലിക്കുന്ന ആനകൾ, അവയുടെ ആ മദം ജലം ഒലിച്ച് അവിടെ എല്ലാം നനച്ചതുപോലെ തോന്നപ്പെട്ടു. അങ്ങനെയുള്ള പാതകളോടും ദ്വാരങ്ങളിൽ പരാമൃഷ്ടരംഭ, വീടുകളുടെ ഉമ്മറങ്ങളിൽ പരാമൃഷ്ടരംഭ, ഉയർത്തിക്കെട്ടപ്പെട്ട വാഴകൾ, അതായത് കല്യാണം വരുമ്പോൾ വാഴകൾ, കവുങ്ങളും പിന്നെ ഇതുപോലെ കരിക്കിൻ കൊലകളൊക്കെ കെട്ടുമല്ലോ, അപ്പൊ അതെല്ലാം കെട്ടി ഉയർത്തിക്കെട്ടപ്പെട്ട വാഴകളും കവുങ്ങുകളാലും. പൂക, രംഭ വാഴ, പൂക കവുങ്ങുകളാൽ ശോഭിക്കപ്പെട്ടിരുന്നു. എന്ന് പറഞ്ഞാൽ രാജ്യം മുഴുവൻ കൃഷ്ണന്റെ വിവാഹം ആഘോഷിക്കാൻ അലങ്കരിച്ചിരുന്നു. സിക്തമാർഗമതച്യുദ്ഭേർ ആഹൂതപ്രേഷ്ഠ ഭൂഭുജാം ഗജൈർദോസു പരാമൃഷ്ട രംഭാഭൂഗോപശോഭിത. ശ്ലോകം 58. കുരു സൃഞ്ചയ കേകേയ വിദർഭയതു കുന്ദയഃ മിഥോ മുമുദിരേ തസ്മിൻ സംഭ്രമാത് പരിധാവതാം. കുരു സൃഞ്ചയ കൈകേയ, കുരുക്കൾ സൃഞ്ചയന്മാർ, കേകേയ രാജാക്കന്മാർ, വിദർഭ രാജാക്കന്മാർ, യദുക്കൾ കുന്തികൾ, പല വിഭാഗ രാജാക്കന്മാരാണ്. ഇവരെല്ലാം തസ്മിൻ അതിൽ സംഭ്രമാത് ഉത്സാഹാധിക്യത്താൽ പരിധാവതാം 4 ഭാഗത്തും സഞ്ചരിച്ചിരുന്നു. അപ്പൊ കല്യാണ ആഘോഷ അവസരത്തിൽ അവിടെ വന്നു ചേർന്നവരൊക്കെ അത്യുത്സാഹ നിമിത്തം 4 പാട് സഞ്ചരിക്കുമ്പോൾ അപ്പോൾ കണ്ടുമുട്ടിയതാണ് ഇവരെയൊക്കെ കുരുക്കള്, അതായത് ഭീഷ്മ പാണ്ഡവാദയായ കുരുക്കന്മാരും മറ്റു ബന്ധുരാജാക്കന്മാരായ സൃഞ്ചതൻ എല്ലാവരും അന്യോന്യം സന്തോഷിച്ചു. കുരു സൃഞ്ചയ കൈകേയ വിദർഭയതു കുന്ദയഃ മിഥോ മുമുദിരേ തസ്മിൻ സംഭ്രമാത് പരിധാവതാം. ശ്ലോകം 59. രുക്മിണ്യാഹരണം ശ്രുത്വാ ഗീയമാനം തതസ്തദാ രാജാനോ രാജകന്യാശ്ച ബഭൂവുർഭൃശവിസ്മിതാഃ. രുക്മിണ്യാഹരണം ശ്രുത്വാ ഗീയമാനം തതഃ അവിടെ ഗീയമാനം കീർത്തിക്കപ്പെടുന്ന രുക്മിണിയുടെ ഹരണത്തെ ശുദ്ധ്വ കേട്ടിട്ട്, അപ്പോ എല്ലായിടത്തും ഇത് തന്നെ സംസാരം. രുക്മിണിയെ കൃഷ്ണൻ അപഹരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അത് കേട്ടിട്ട് രാജാക്കന്മാരും രാജകന്യകമാരും വൃഷവിസ്മിത ഏറ്റവും ആശ്ചര്യമുള്ളവരായി ഭവിച്ചു. അപ്പൊ രുക്മിണിയുടെ ഹരണം കേട്ടപ്പോൾ എല്ലാ രാജാക്കന്മാർക്കും രാജകുമാരികൾക്കും ആശ്ചര്യമുണ്ടായി. രുക്മിണ്യാഹരണം ശുദ്ധ്വാ ഗീയമാനം തതസ്തദാ രാജാനോ രാജകന്യാശ്ച ബഭൂവുർഭൃശവിസ്മിതാഃ. ശ്ലോകം 60. ദ്വാരകായാം അഭൂദ്രാജൻ മഹാമോദപുരൗകസാം രുക്മിണ്യാ രമയോ വേദം ദൃഷ്ട്വാ കൃഷ്ണം ശ്രിയഃപതി. ദ്വാരകായാം അഭൂത് രാജൻ, ഹേ രാജാവേ, രമയ ലക്ഷ്മിയായിരിക്കുന്ന, രണ്ടാമത്തെ ലൈന് രുക്മിണ്യ രമയ രമയോപേതം. രമയ ലക്ഷ്മിയായിരിക്കുന്ന രുക്മിണിയോട് ഉപേതം ചേർന്നിരിക്കുന്ന ശ്രീയഹാപതി, അതായത് ശ്രീയഹാപതി എന്ന് പറഞ്ഞ ശ്രീയ എന്ന് വെച്ചാൽ ലക്ഷ്മി ദേവിയുടെ പതിയായിരിക്കുന്ന കൃഷ്ണനെ ദൃഷ്ട കണ്ടിട്ട് ദ്വാരകയിൽ പുരവാസികൾക്ക് മഹാമോദ ഏറ്റവും ആനന്ദം അഭൂത് ഉണ്ടായി. അപ്പൊ ദ്വാരകാപുരിയിൽ വസിക്കുന്ന ജനങ്ങളെല്ലാ പേരും ലക്ഷ്മി ദേവിയുടെ അവതാരമായ രുക്മിണിയോട് കൃഷ്ണൻ ചേർന്നതായി കണ്ടപ്പോൾ, അതായത് കൃഷ്ണന്റെ രുക്മിണിയുടെയും വിവാഹം കണ്ടപ്പോൾ സാക്ഷാൽ ലക്ഷ്മി വല്ലഭനായ മഹാവിഷ്ണു തന്നെ കൃഷ്ണൻ എന്ന് കരുതി ആനന്ദിച്ചു. അപ്പൊ അവര് വിചാരിച്ചു ഇത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്, രുക്മിണി ലക്ഷ്മി ദേവി തന്നെയാണ് എന്ന് പറഞ്ഞ് എല്ലാവരും ആനന്ദിച്ചു. അപ്പൊ ഇവിടെ രുക്മിണി കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പരമാത്മാവാണ്. രുക്മിണി എന്ന് പറയുമ്പോൾ മനസ്സിന് അല്ലെങ്കിൽ ജീവാത്മാവ്.
അപ്പൊ നമ്മുടെ മനസ്സ് എപ്പോഴും എങ്ങോട്ടായിരിക്കണം? പരമാത്മാവിലോട്ട് ആയിരിക്കണം. അല്ലെങ്കിൽ ജീവാത്മാ പരമാത്മാ ഐക്യം. അപ്പൊ മനസ്സ് പരമാത്മാവിനോട് ലയിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന്. അതായത് ഭക്തിയിലൂടെയും ജ്ഞാനത്തിലൂടെയും എപ്പോഴും പരമാത്മാവിന് കീഴടങ്ങുന്ന ഭക്തന്റെ വേഷമാണ് രുക്മിണിക്ക്. അപ്പോൾ പലരിൽ നിന്നും കേട്ട ജ്ഞാനത്തിലൂടെയാണ് രുക്മിണി അറിഞ്ഞത് ഭഗവാന്റെ മഹത്വം. പിന്നെ കൃഷ്ണനെ തന്നെ ധ്യാനിച്ചിരുന്നു. അപ്പൊ ഭക്തിയിലൂടെയും ജ്ഞാനത്തിലൂടെയും ആ പരമാത്മാവിന് കീഴടങ്ങി. അപ്പൊ ഭക്തൻ പരിപൂർണമായും അല്ലെങ്കിൽ ജീവാത്മാവ് പരമാത്മാവിന് കീഴടങ്ങി, അല്ലെങ്കിൽ മനസ്സ് പരമാത്മാവിലേക്ക് ലയിച്ചു. ജീവാത്മാ പരമാത്മാ ഐക്യമാണ്. അപ്പോ രുക്മിണി മനസ്സും കൃഷ്ണൻ പരമാത്മാവും. ബ്രാഹ്മണനാണെങ്കിൽ ഹൃദയശുദ്ധി വന്നിട്ടുള്ള ഭക്തനാണ്. ബ്രാഹ്മണനിലൂടെയാണല്ലോ കൃഷ്ണൻ കാര്യം അറിഞ്ഞത്, സന്ദേശം കൊടുത്തയച്ചത് ബ്രാഹ്മണനിലൂടെയാണ്. അപ്പൊ ആ ബ്രാഹ്മണൻ അതിന് യോഗ്യനാണ്, അന്ധകരണ ശുദ്ധി വന്നവനാണ്. അപ്പൊ ബ്രാഹ്മണനെ ഗുരുവായിട്ട് കണക്കാക്കാം. അപ്പോ ഈ പരമാത്മാ ജീവാത്മാ ഐക്യം നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഉള്ളിലായിരിക്കണം. അപ്പൊ ഈ ജീവാത്മാവ് എപ്പോഴും ആരോട് വേണം ലയിക്കേണ്ടത്? പരമാത്മാവിനോടാണ്. പരമാത്മാവിൽ നിന്ന് വന്നു തിരിച്ച് നമ്മൾ പരമാത്മാവിലേക്ക് തന്നെ പോകണം. അതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർത്ഥേ രുക്മിണി സ്വയംവരം നാമ ചതുഷ്പഞ്ചാശത്തമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.